ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ചണ്ടിക്കോഴി എന്ന് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന്. ഈ ചിക്കന് ലെഗോൺ എന്നും കൂടിയാണ് പറയുക. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കുക്കറിലാണ് കേട്ടോ ചിക്കൻ വേവിക്കുന്നത്. നല്ല വേവുണ്ട് ഈ ചിക്കന്. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ഉരുളക്കിഴങ്ങ് ചേർത്തുമ്പോഴാണ് ഈ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. പിന്നെ ഇനി അതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇതൊക്കെയാണ് വേണ്ട പൊടികൾ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കുന്ന അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് അത്യാവശ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇത് വേവിക്കാൻ വെക്കുക. ഈ ചിക്കന് നല്ല വേവുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10-11 വിസിലൊക്കെ ഇതിന് വെക്കാറുണ്ട്. പിന്നെ ഓരോ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കുന്നു തോന്നുന്നുണ്ട് വിസിലിൻ്റെ അളവൊക്കെ. പിന്നെ അതിലേക്ക് അവസാനം ഈ മുട്ടയും കൂടെ ചേർത്ത്, ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ നന്നായിട്ട് വിസിൽ വരാൻ വേണ്ടി വെക്കുക. ഇത് തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വിസിൽ വന്നതിന് ശേഷം പിന്നെ അവസാനമാണ് കേട്ടോ ചിക്കൻ മസാല ചേർത്തുക. ആ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ഇവിടെ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇലയാണ് കേട്ടോ ഉപയോഗിക്കാറ്. പക്ഷേ ഇതിൻ്റെ പേരെന്താന്ന് കൃത്യമായിട്ട് എനിക്കറിയിട്ടില്ല. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇനി ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.